വെൽക്കം ടു ദ ചാനൽ. മൈ ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്ററാണ്. 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ചസ് ആണ്. തെക്ക് പടിഞ്ഞാറൻ വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ട് 1-ൽ നമ്മൾ ചാപ്റ്റർ 2-ൻ്റെ കുറച്ച് ഭാഗവും അതുപോലെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മാർക്കോപോളോയുടെ യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ്. ഹി ഈസ് ഡിസ്ക്രൈബിംഗ് ദ മെർച്ചൻ്റ് ഗിൽഡ്സ് ഓഫ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര ഗിൽഡുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. As these groups were predominantly trading with the East and the West, they had to travel adventurously through the dangerous trade routes. വ്യാപാര സംഘടനകളെയാണ് ഗിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. തെക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിനിടയിൽ അതിസാഹസികമായ പല യാത്രകളും അവർക്ക് വേണ്ടിവന്നു. 2 major trade routes of the medieval period are shown in the map below. വാണിജ്യത്തിനു വേണ്ടി അവർ യാത്ര ചെയ്തിരുന്ന പ്രധാനപ്പെട്ട റൂട്ടുകളാണ് ആ മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. ഒരെണ്ണം സിൽക്ക് റൂട്ട് എന്നും അടുത്തത് സ്പൈസ് റൂട്ട് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. സിൽക്ക് റൂട്ട് എന്താണെന്ന് നോക്കാം. ദ ലാൻഡ് റൂട്ട് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം ചൈന ടു യൂറോപ്പ് വാസ് നോൺ ആസ് സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്നത് ചൈന മുതൽ യൂറോപ്പ് വരെയായിരുന്നു. This trade route, which connected the east with the west, stretched around 6,000 kilometers. 6,000 കിലോമീറ്ററുകളോളം ദൈർഘ്യം വന്നിരുന്നു. This route and its intervening resting places known as sarais helped the commercial, cultural and intellectual development of regions like China, the Indian subcontinent, Persia, Europe and North Africa. ഈ യാത്രകൾക്കിടയിൽ പല വാണിജ്യ ബന്ധങ്ങളും വളരെ ദൃഢമായി. അതായത് സരായിസ് എന്നുദ്ദേശിക്കുന്നത് വിശ്രമ കേന്ദ്രങ്ങളാണ്. ഈ റൂട്ടുകളിൽ ഇടയ്ക്ക് വ്യാപാരികൾ വിശ്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളെയാണ് സരായികൾ എന്നറിയപ്പെടുന്നത്. ഈ സരായികൾ എന്തിനു സഹായിച്ചു? സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് കാരണമായി. കാരണം അവിടെ വെച്ചാണ് ഇവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത്. അങ്ങനെ അവരുടെ ബൗദ്ധികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്കും ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുണ്ട്. സിൽക്ക് റൂട്ട് എന്നത് ഈസ്റ്റിനെയും വെസ്റ്റിനെയും ബന്ധിപ്പിച്ചിരുന്ന 6,000 കിലോമീറ്ററോളം നീളം വരുന്ന പാതയാണ്. ചൈന മുതൽ യൂറോപ്പ് വരെ ആയിരുന്നു. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ട്സ് ആണ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട പാതകൾ അല്ലെങ്കിൽ റൂട്ടുകളാണ് കാണിച്ചിട്ടുള്ളത്. സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. കരമാർഗമുള്ള പാതയായിരുന്നു സിൽക്ക് റൂട്ട്, കടൽ മാർഗമുള്ളത് സ്പൈസ് റൂട്ട്. ഇങ്ങനെയാണ് 2 പാതകൾ വരുന്നത്. ദീസ് റൂട്ട്സ് എക്സ്റ്റെൻഡഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ ചൈന മുതൽ വെസ്റ്റേൺ യൂറോപ്പ് വരെയായിരുന്നു ഇത് വ്യാപിച്ചിരുന്നത്. These trade routes, which connected the east and the west, were known as Silk Route and Spice Route. Silk Route was a land route, while the Spice Route was through the sea. Silk Route എങ്ങനെയായിരുന്നു? ലാൻഡ് റൂട്ട് ആയിരുന്നു, കരമാർഗമായിരുന്നു. സ്പൈസ് റൂട്ട് കടലിലൂടെ ആയിരുന്നു. ഇറ്റ് വാസ് ത്രൂ ദ സീ. These routes passed through different trade centers. പല വ്യാപാര കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതകളായിരുന്നു ഈ സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. സിൽക്ക് റൂട്ട് എന്താണെന്ന് നോക്കാം. ദ ലാൻഡ് റൂട്ട് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം ചൈന ടു യൂറോപ്പ് വാസ് നോൺ ആസ് സിൽക്ക് റൂട്ട്. ചൈനയെയും യൂറോപ്പിനെയും തമ്മിലാണ് ബന്ധിപ്പിച്ചിരുന്നത്. ദിസ് ട്രേഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് ദ ഈസ്റ്റ് വിത്ത് ദ വെസ്റ്റ് സ്ട്രെച്ച് അറൗണ്ട് 6,000 കിലോമീറ്റേഴ്സ്. എത്ര കിലോമീറ്റർ ആയിരുന്നു? സിൽക്ക് റൂട്ടിൻ്റെ നീളം 6,000 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ദിസ് റൂട്ട് ആൻഡ് ഇറ്റ്സ് ഇൻ്റർവീനിങ് റെസ്റ്റിംഗ് പ്ലേസസ് നോൺ ആസ് sarais helped the commercial, cultural and intellectual development of the regions like China, the Indian subcontinent, Persia, Europe and North Africa.
ഈ സിൽക്ക് റൂട്ടിൽ ഉണ്ടായിരുന്ന സരായികൾ എന്ന് പറഞ്ഞാൽ വിശ്രമ കേന്ദ്രങ്ങളാണ്. ഈ പാതയിൽ ഉടനീളം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ സരായികൾ എന്തിനു സഹായിച്ചു? സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികപരവുമായ വളർച്ചയ്ക്ക് വളരെ സഹായിച്ചു. കാരണം ഈ സരായികളിലാണ്, വിശ്രമ കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത്. വികസനത്തെക്കുറിച്ചും പല സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ചർച്ച ചെയ്തിരുന്നത് ഈ സരായികളിൽ വെച്ചാണ്. അപ്പോൾ ഈ വിശ്രമ കേന്ദ്രങ്ങൾ സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികപരവുമായ വളർച്ചയിൽ വളരെ സഹായിച്ചിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുടെ? ചൈന, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, പേർഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. The comparatively weak trade between East and West got a fillip with the beginning of the Crusades. മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ഈ വാണിജ്യബന്ധങ്ങൾ വളരെ വീക്കായിരുന്നു, അതായത് അധികം ശക്തിപ്പെട്ടിരുന്നില്ല. തുടർന്ന് കുരിശുയുദ്ധങ്ങളുടെ ആരംഭത്തോടെയാണ് ഈ വാണിജ്യബന്ധങ്ങൾ കൂടുതൽ ദൃഢമായത്. The Italian traders were engaged in long distance trade with Eastern Roman Empire and the അറബ്സ്. ഇറ്റാലിയൻ ട്രേഡേഴ്സ് ആരുമായിട്ടാണ്? പൗരസ്ത്യ റോമൻ സാമ്രാജ്യവുമായും അതുപോലെ അറേബ്യൻ സാമ്രാജ്യവുമായും വിദൂര വാണിജ്യബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. They had trade relations with towns like ബാഗ്ദാദ്, ഡമാസ്കസ് ആൻഡ് ജെറൂസലേം. മറ്റേതെല്ലാം രാജ്യങ്ങളുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്? ബാഗ്ദാദ്, ഡമാസ്കസ് ആൻഡ് ജെറൂസലേം എന്നീ രാജ്യങ്ങളുമായും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. The rapid increase in production, diversity of products, construction of roads and bridges, and effective steps to control thieves and robbers resulted in strengthening of the commercial contact between East and the West. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വാണിജ്യബന്ധങ്ങളിൽ കൂടുതൽ സഹായിച്ച മറ്റ് ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പാദനത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ ഉയർച്ച, അതുപോലെ ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, അതായത് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉണ്ടായിരുന്നു, അതാണ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, കൂടുതൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനിടയായി. ആൻഡ് ഇഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ്, കള്ളന്മാരെയും കൊള്ളക്കാരെയും അമർച്ച ചെയ്യാനുള്ള കാര്യക്ഷമമായ നടപടികൾ. ഇത്രയും കാര്യങ്ങളാണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വാണിജ്യബന്ധം ദൃഢമാകാൻ കൂടുതൽ സഹായിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തത് 2 തരത്തിലുള്ള വാണിജ്യപാതകളാണ്, സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. സിൽക്ക് റൂട്ട് കരമാർഗമുള്ള വാണിജ്യപാതയും സ്പൈസ് റൂട്ട് കടൽ മാർഗമുള്ള വാണിജ്യപാതയുമാണ്. ഈ ഭാഗത്തു നിന്നും വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രേഡ് റൂട്ട്സ് കണക്റ്റഡ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, സബ്സ്റ്റൻഷിയേറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ട്രേഡ് റൂട്ട്സ് കണക്റ്റഡ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, സബ്സ്റ്റൻഷിയേറ്റ്. ഈ 4 പോയിന്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. These routes extended from eastern China to western Europe. These trade routes which connected the east and the west were known as Silk Route and the Spice Route. Silk Route was a land route while the Spice Route was through the sea. These routes passed through different trade centers. ഈ 4 പോയിന്റ്സ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഡിസ്റ്റന്റ് ട്രേഡ്. ഡിസ്റ്റന്റ് ട്രേഡ് അഥവാ വിദൂര വാണിജ്യത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ, ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആൻഡ് ഇഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ് റിസൾട്ടഡ് ഇൻ ദ സ്ട്രെങ്തനിങ് ഓഫ് ദി കൊമേഴ്ഷ്യൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഉൽപ്പാദനത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ വളർച്ച, അതുപോലെ ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, അതുപോലെ കൊള്ളക്കാരെയും കള്ളന്മാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ. ഇതെല്ലാമാണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള കൊമേഴ്ഷ്യൽ കോണ്ടാക്റ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക് നോക്കാം, ദ സിറ്റീസ് ഓഫ് മിഡീവൽ വേൾഡ്. അതിനു മുമ്പ് സ്പൈസ് റൂട്ട് എന്താണെന്ന് കൂടി നോക്കാം.
A network of sea routes that connected the east with the west was known as spice route. ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന സീ റൂട്ടിനെയാണ് സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത്. ദിസ് റൂട്ട് പാസസ് ത്രൂ ദ റീജിയൻസ് ഓഫ് കോസ്റ്റൽ ഇന്തോനേഷ്യ, ഇന്ത്യ, ജപ്പാൻ, ശ്രീലങ്ക ആൻഡ് ദ സെൻട്രൽ ഏഷ്യ, ആൻഡ് ദ ചീഫ് കമോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച് വാസ് സ്പൈസസ്. സ്പൈസസ് എക്സ്ചേഞ്ച് ചെയ്യാനാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത്? കോസ്റ്റൽ ഇന്തോനേഷ്യ, ഇന്ത്യ, ജപ്പാൻ, ശ്രീലങ്ക ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നീ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിച്ചിരുന്നത്. ഇനി അടുത്ത ടോപ്പിക് നോക്കാം. ദ സിറ്റീസ് ഓഫ് മിഡീവൽ വേൾഡ്. ഏൻഷ്യൻ റോമൻ സിറ്റീസ് വൺസ് അഗെയിൻ ബിക്കെയിം ആക്റ്റീവ് അറൗണ്ട് ദ 11th century. 11ാം നൂറ്റാണ്ടോടുകൂടിയാണ് പുരാതന റോമൻ നഗരങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടത്. ഇൻ അഡീഷൻ ടു ദം ന്യൂ സിറ്റീസ് ഓൾസോ സ്പ്രാങ് അപ്പ്. ഇതുകൂടാതെ പുതിയ ചില സിറ്റീസ് വരികയും ചെയ്തു, പുതിയ ചില നഗരങ്ങൾ ആവിർഭവിക്കുകയും ചെയ്തു. ദ സിറ്റീസ് വിച്ച് ഡെവലപ്പ് അറൗണ്ട് ദ കാസ്റ്റൽസ് ഓഫ് നോബിൾസ്. സിറ്റീസ് എമേർജ്ഡ് അറൗണ്ട് ദ ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ്. സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്സ്. 3 തരത്തിലാണ് പുതിയ സിറ്റീസ് ആവിർഭവിച്ചത്. പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് സമീപത്തായി വന്ന പുതിയ നഗരങ്ങളും, അതുപോലെ പള്ളികൾക്കും മഠങ്ങൾക്കും അടുത്തായി വന്ന പുതിയ സിറ്റീസ്, അതുപോലെ കമ്പോളങ്ങൾ വിപുലപ്പെടുത്തിയത് മൂലം ഉയർന്നു വന്ന പല നഗരങ്ങളും. 3 തരത്തിലാണ് വന്നത്. സിറ്റീസ് വിച്ച് ഡെവലപ്പ് അറൗണ്ട് ദ കാസിൽസ് ഓഫ് നോബിൾസ്, സിറ്റീസ് എമേർജ്ഡ് അറൗണ്ട് ദ ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ്, സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്സ്. In the medieval period, the peasants brought their product to the trade centers. മധ്യകാലഘട്ടത്തിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ട്രേഡ് സെൻ്ററുകളിലേക്ക്, വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്നു. The merchants and the craftsmen stayed in the trade centers and conducted long distance trade. അവർ വാണിജ്യ കേന്ദ്രങ്ങളിൽ തന്നെ താമസിച്ചുകൊണ്ട് വിദൂര സ്ഥലങ്ങളിലേക്ക് വാണിജ്യം നടത്തി, വിൽപ്പനകൾ നടത്തി. These trade centers eventually developed into cities. തുടരെയുള്ള ഈ വാണിജ്യ ബന്ധങ്ങളിലൂടെയാണ് ഈ ട്രേഡ് സെൻറ്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങൾ, വാണിജ്യ നഗരങ്ങളായി വിസ്തൃതപ്പെട്ടത്. But the emergence of different markets at various places of Europe made the coinage a necessity. ഇങ്ങനെ യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിലും പുതിയ കമ്പോളങ്ങൾ ഉടലെടുത്തത് മൂലം നാണയവിനിമയം ഒരു അവശ്യ ഘടകമായി തീർന്നു. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും പുതിയ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കമ്പോളങ്ങൾ ഉടലെടുത്തത് മൂലം നാണയവിനിമയം എന്നത് ഒരു അവശ്യ ഘടകമായി മാറി. By the 13th century, Italian cities of Florence and Venice began to mint their own coins. 13ാം നൂറ്റാണ്ടോടുകൂടി ഫ്ലോറൻസ്, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ അവരുടേതായ നാണയങ്ങൾ മുദ്രണം ചെയ്തു. Compared to other European regions, the Italian cities had more favorable conditions such as ports of Italian subcontinent and the concessions provided by the Italian cities to their merchants. Thus the Italian cities of Genoa, Pisa, Venice, Florence, etc. emerged as great commercial centers from 1050 to 1300 CE. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ഐക്കണിൽ അമർത്തുക. മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങൾക്ക് വാണിജ്യബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇറ്റാലിയൻ നഗരങ്ങൾ അവരുടെ വ്യാപാരികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1050 മുതൽ 1300 CE വരെയുള്ള കാലയളവിൽ ഇറ്റാലിയൻ നഗരങ്ങളായ ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് എന്നീ നഗരങ്ങൾ കൂടുതൽ മികച്ച വാണിജ്യ കേന്ദ്രങ്ങളായി തീർന്നു. As the transportation of merchandise through the rivers was comparatively easy, many cities began to develop on the banks of the rivers. നദീമാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ എളുപ്പവും
ചിലവ് കുറഞ്ഞതുമായതുകൊണ്ട് കൂടുതൽ നഗരങ്ങൾ നദീതീരങ്ങളിലേക്ക് തങ്ങളുടെ വാണിജ്യം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ദിസ് ഫെസിലിറ്റേറ്റഡ് ലാർജ് സ്കെയിൽ എക്സ്ചേഞ്ച് ഓഫ് ആർട്ടിക്കിൾസ്. The facilities provided by the rulers for the production of commodities in the trading centers and the increase in the population were the other factors that helped the development of the new cities. ഈ പുതിയ നഗരങ്ങളുടെ വികസനത്തിന് സഹായിച്ച മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ജനസംഖ്യയിലുണ്ടായ വർധനവും അതുപോലെ ഈ വാണിജ്യ കേന്ദ്രങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി ഭരണാധികാരികൾ നൽകിയിരുന്ന പിന്തുണയും എല്ലാം ഇതിന് സഹായമായി മാറി. ഇനി നദീതീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് തന്നിരിക്കുന്നത്. ലണ്ടൻ, പാരീസ്, റോം, വിയന്ന. ലണ്ടൻ തെംസ് നദീതീരത്തായിരുന്നു. ലണ്ടൻ തെംസ് നദീതീരത്ത്. പാരീസ് സീൻ നദീതീരത്തായിരുന്നു. റോം ടൈബർ നദീതീരത്ത്. വിയന്ന ഡാന്യൂബ് നദിയുടെ തീരത്തായിരുന്നു. The medieval European cities were not similar to modern cities. മധ്യകാലഘട്ടത്തിലെ യൂറോപ്യൻ നഗരങ്ങൾ ആധുനിക നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിരുന്നു. They were generally small in size. വളരെ ചെറിയ പട്ടണങ്ങളായിരുന്നു. The roads of these cities were narrow and unhygienic. റോഡുകളെല്ലാം വളരെ ഇടുങ്ങിയതും അൺഹൈജീനിക്കുമായിരുന്നു, ശുചിത്വമില്ലാത്തതുമായിരുന്നു. The buildings were built of wood and were thatched in hay. ബിൽഡിങ്സ് എങ്ങനെയുള്ളതായിരുന്നു? മരം കൊണ്ടുണ്ടാക്കിയതും വൈക്കോൽ മേഞ്ഞതുമായിരുന്നു. The possibility of an outbreak of fire was very high as these cities were overcrowded. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഈ സ്ഥലം തീപിടുത്തത്തിന് വളരെ സാധ്യതയുള്ളതായിരുന്നു, കാരണം കൂടുതൽ വീടുകളും വൈക്കോൽ മേഞ്ഞതായിരുന്നു. Majority of the city dwellers were merchants, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ലേബറേഴ്സ്. കൂടുതൽ പേരും എങ്ങനെയുള്ളവരായിരുന്നു? വ്യാപാരികളും കരകൗശല വിദഗ്ധരും തൊഴിലാളികളുമായിരുന്നു. The laborers of the cities were poor and hence they depended on others for their livelihood. വളരെ ദരിദ്രരായിരുന്നതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. The cities depended on the villages for food and fodder. നഗരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഈ വില്ലേജുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇനി കർഫ്യൂ എന്താണെന്ന് നോക്കാം. അക്കാലത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് കർഫ്യൂ. At 8 o'clock every night a bell rang in England for the people either to extinguish or to cover the fire. This was to avoid the outbreak of fire in the cities. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 8 o'clock ഒരു ബെല്ലടിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? എല്ലാവരും തീ അണയ്ക്കുന്നതിന് വേണ്ടി. അതായത് ഈ സ്ഥലത്ത് തീപിടുത്തത്തിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 8 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും അവരവരുടെ ജോലികൾ നിർത്തി അടുപ്പിലെ തീയെല്ലാം അണയ്ക്കണമായിരുന്നു. This was to avoid the outbreak of fire in the cities. This regulation which was implemented in England is called curfew. ഈ ഒരു നിയന്ത്രണത്തെയാണ് കർഫ്യൂ എന്ന് അറിയപ്പെട്ടിരുന്നത്. The meaning of this word is to cover the fire. കവർ ദ ഫയർ എന്നതാണ് പിന്നീട് കർഫ്യൂ എന്ന ഷോർട്ട് ഫോമായിട്ട് ചുരുങ്ങിയത്. നൗ ദ എമർജൻസി ആക്ഷൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ബ്രിങ് ബാക്ക് പീസ് ഇൻ ട്രബിൾസം ഏരിയാസ് ഈസ് നോൺ ആസ് കർഫ്യൂ. ഇപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ചില നിയന്ത്രണങ്ങളെ കർഫ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഈസ്റ്റേൺ സിറ്റീസ്. ലെറ്റ് സീ റീജിയൻസ് അതർ ദാൻ ദ വെസ്റ്റേൺ യൂറോപ്യൻ സിറ്റീസ് where big cities and commercial centers flourished in the medieval period. Baghdad, the capital city of Abbasid Empire, was an important center of trade and commerce during the medieval period. ഇനി ഈസ്റ്റേൺ സിറ്റീസ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു അബ്ബാസിദ് സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്ന ബാഗ്ദാദ്. The markets of Baghdad were flooded with the rare articles from different parts of the world. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അപൂർവ വസ്തുക്കൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതായിരുന്നു ബാഗ്ദാദിലെ മാർക്കറ്റുകൾ. Another famous commercial center was Constantinople. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പുതിയ പേരാണ് ഇസ്താംബുൾ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോൺസ്റ്റാന്റിനോപ്പിളും വളരെ ഫേമസ് ആയ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു.
The commodities coming through the Silk Route and the Spice Route were brought to Europe through these cities. സ്പൈസ് റൂട്ടിലൂടെയും കൊണ്ടുവന്നിരുന്ന അവശ്യവസ്തുക്കൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിരുന്നത് താഴെ പറയുന്ന ഈ സിറ്റികളിലൂടെയാണ്: ബസറ, എയ്ഡൻ, മെക്ക, മസ്കറ്റ്, ഡമാസ്കസ് ആൻഡ് സൂററ്റ്. ബസറ, എയ്ഡൻ, മെക്ക, മസ്കറ്റ്, ഡമാസ്കസ് ആൻഡ് സൂററ്റ്. ഇനി അടുത്തത് ഗിൽഡുകളാണ്. മധ്യകാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു ഗിൽഡുകൾ. These guilds were the association of experts in different occupational sectors. വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളുടെ കൂട്ടങ്ങളാണ് ഗിൽഡുകൾ എന്നറിയപ്പെട്ടത്. There were two kinds of guild, merchant guild and craft guild. വ്യാപാര ഗിൽഡുകളും കരകൗശല ഗിൽഡുകളും. The rapid increase of trade in the medieval European cities, the formation of specific occupational sectors, the necessity to withstand the excessive taxation and exploitation, and the sense of organization were the factors which led to the formation of guild. ഗിൽഡിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് എന്തെല്ലാമാണ്? മധ്യകാലഘട്ടത്തിലെ യൂറോപ്യൻ നഗരങ്ങളുടെ വാണിജ്യത്തിൽ പെട്ടെന്നുണ്ടായ ഉയർച്ചയും ഓരോ പ്രത്യേക തൊഴിൽ മേഖലകളുടെ രൂപീകരണവും അധിക നികുതി അടയ്ക്കേണ്ടി വരുന്നത് അതിജീവിക്കുന്നതിന് വേണ്ടിയും അതുപോലെ സെൻസ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടിത ചിന്തയുമാണ് ഇതിലേക്ക് വഴിതെളിച്ചത്, ഗിൽഡുകളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. The aims of the guild were to foster mutual help and cooperation. ഗിൽഡിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പരസ്പരമുള്ള സഹായവും സഹകരണവുമായിരുന്നു. To maintain the monopoly of the markets and the attainment of economic stability. സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കുന്നതിനും അതുപോലെ മാർക്കറ്റുകളുടെ കമ്പോളങ്ങളുടെ കുത്തകാവകാശം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. The merchant guild were the first to emerge. ആദ്യമായി ഉത്ഭവിച്ചത് വ്യാപാര ഗിൽഡാണ്. അതിനുശേഷമാണ് കരകൗശല ഗിൽഡുകൾ നിലവിൽ വന്നത്. ഇന്റർ സിറ്റി ലീഗ്സ് were formed, linking the cities for the progress of trade. വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്റർ സിറ്റി ലീഗ്സ് നിലവിൽ വന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഹാൻസിയാറ്റിക് ലീഗ്. ഹാൻസിയാറ്റിക് ലീഗ് ഈസ് ആൻ example for this, which regulated the trade activities of many cities of Europe. The craft guild were the association of different artisans and craftsmen of the medieval period. കരകൗശല വിദഗ്ധരുടെ സംഘടനയായിരുന്നു കരകൗശല ഗിൽഡുകൾ. Every occupational group, like the leather workers, carpenters, blacksmith, had separate guild. ഓരോ വർക്കേഴ്സിനും കാർപ്പൻറ്റേഴ്സിനും ബ്ലാക്ക്സ്മിത്തിനും സെപ്പറേറ്റ് ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സെട്ര led to the decline of the guild system. വ്യവസായവൽക്കരണവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുമാണ് ഈ ഗിൽഡ് സിസ്റ്റത്തിൻ്റെ അധപതനത്തിലേക്ക് വഴിതെളിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 1 ആണ് ചർച്ച ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക്ക് ആ ചാപ്റ്ററിൽ തന്നെ മിഡീവൽ എഡ്യൂക്കേഷനാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.